ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി സാരീസാണ്. അത് ടെസറിലുണ്ട്, ഓർഗൻസയിലുണ്ട്. അപ്പോൾ നമുക്കതിനെ ഓരോന്നായിട്ട് ഒന്ന് കാണാം കേട്ടോ. ഇതൊരു ടെസറിലാണ് കട്ട് വർക്ക് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ഈ കട്ട് വർക്ക് വന്നിട്ടുണ്ട്. താഴ്ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തുള്ളത് പ്ലീറ്റിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. ഈ ഭാഗത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിലുള്ള കട്ട് വർക്ക് വരുന്നത്. അതുപോലെ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഒതുങ്ങിക്കിടക്കുന്ന മെറ്റീരിയലാണ്, പറന്ന് നിൽക്കുന്നതല്ല. വളരെ സോഫ്റ്റായിട്ട് വെയ്റ്റ്ലെസ്സാണ് ഈ മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ പല കളറുകൾ നമുക്കൊന്ന് കാണാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ കട്ട് വർക്ക് ഇങ്ങനെയാണ്. ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നത്. ഇങ്ങനെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2135 ആണ്. ഇത് ഒരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക്. പല്ലുവിൽ ഫുള്ളായിട്ടും വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. അതുപോലെ സ്കാറ്റേഡായിട്ടും ഇതിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. എല്ലാം നല്ല കളർ ഷെയ്ഡിലാണ്. ഇപ്പോൾ ഏത് കളർ ടോണുകാർക്കും ഇണങ്ങിയ കളറുകളിൽ, അതുപോലെ ഏത് പ്രായക്കാർക്കും അനുയോജ്യമായ ഒരു മെറ്റീരിയലും ഡിസൈനുമാണ്. റേറ്റ് വരുന്നത് 2135 ആണ്. ഇത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കട്ട് വർക്ക് തന്നെയാണ്. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2135 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ കട്ട് വർക്ക് ഈ വെയർ ചെയ്തിരിക്കുന്നതായിട്ട് ഒരു മാറ്റമില്ല. കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വിടർത്താത്തത്. മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരിക. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കട്ട് വർക്ക് ഞാൻ ഇതുമായിട്ട് സ്വല്പം മാറ്റമുണ്ട് ഈ കട്ട് വർക്കിൽ. അതുപോലെ ബാക്കിയെല്ലാം സെയിം തന്നെ. ഇത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് സെയിം തന്നെ. ഇതാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരിക. ഇതാണ് പല്ലുവിലുള്ള കട്ട് വർക്ക് കേട്ടോ. ഇതുണ്ടോ, ഈ സാരി സോഫ്റ്റായിട്ടുള്ള സാരിയാണ്. ഒത്തിരി ചുളുങ്ങുന്ന ടൈപ്പല്ല, ഒതുങ്ങിക്കിടക്കും. അതുപോലെ സ്കാറ്റേഡായിട്ട് സെൽഫായിട്ട് എംബ്രോയ്ഡറി വർക്കുണ്ട്. ഈ കട്ട് വർക്ക് താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ പ്ലീറ്റിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. റേറ്റ് വരുന്നത് 2135 ആണ്. ഇതൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ. അതുപോലെ ബ്ലൗസ് പീസ് ഉണ്ട്. വിത്ത് ബ്ലൗസാണ്. പ്ലെയിൻ ബ്ലൗസ് പീസ്. ഇതാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്നത്. ഞാൻ ആ ഒരെണ്ണം ഉടുത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഈ ഭാഗത്തും പ്ലീറ്റിൻ്റെ ഭാഗം വരെ വരുന്നു. റേറ്റ് വരുന്നത് 2135 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരുന്നത്. ഇതാണ് പല്ലുവിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇതുണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒത്തിരി വെയിറ്റുള്ള ഒരു സാരിയല്ല, ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. ട്രാൻസ്പെറൻ്റ് അല്ല, നമുക്ക് വൺ പ്ലേറ്റഡ് ആയിട്ട് ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ. ഇതേലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് പല്ലുവിലുള്ള കട്ട് വർക്ക്. സെൽഫായിട്ട് ഇതിൽ എംബ്രോയ്ഡറി വർക്കും വരുന്നു. സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്, ഒതുങ്ങിക്കിടക്കുന്ന മെറ്റീരിയലാണ്. ഒത്തിരി ചുളുങ്ങുന്ന ടൈപ്പല്ല, നമുക്ക് വെയർ ചെയ്യാൻ എളുപ്പമാണ്. റേറ്റ് വരുന്നത് 2135 ആണ്. ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1985 ആണ്. ഇതൊരു ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇത് ക്രഷ്ഡ് ഓർഗൻസയിലാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ റേറ്റുകൾ പല റേറ്റിലാണ്. അപ്പോൾ മെറ്റീരിയലുള്ള മാറ്റോ എംബ്രോയ്ഡറിയുള്ള മാറ്റോ ഇതൊക്കെ അതിന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ റേറ്റിൽ മാറ്റം വരുന്നത്. പിന്നെ കളറുകളിൽ ഈ വീഡിയോ കോൾ ഇതിനകത്തുള്ള കളറ് ഏകദേശം സെയിം തന്നെയാണ്. വലിയ മാറ്റങ്ങൾ വരുന്നില്ല. പിന്നെ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് വിളിച്ച് ഒന്ന് കണ്ടിട്ട് അത് കൺഫേം ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഇതിൻ്റെ ബോഡി പാർട്ട് വരിക ഇങ്ങനെയാണ്. ബോഡി പാർട്ടിൽ കണ്ടോ നിറയെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്.
ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ഈ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും എല്ലാം സെയിം തന്നെയാണ്. ഞാൻ പിന്നെ ഒന്നുകൂടി അങ്ങ് പറയുന്നുവെന്നേ ഉള്ളൂ. ഈ സൈഡിൽ ഇവിടം വരെയും ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. ഇതാണ് ഇതിൻ്റെ പല്ല് വരിക. ഇതാണ് പല്ലുവിലുള്ള എംബ്രോയ്ഡറി വർക്ക്. ഈ സൈഡിലേക്കും ഇങ്ങനെ വരുന്ന സ്കാലപ്പും എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും എല്ലാം കൂടെയാണ് ഈ വരുന്നത്. പിന്നെ അതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2615 ആണ്. പലതും പല റേറ്റിലാണ് കേട്ടോ. ആ ഡിസൈനിലുള്ള മാറ്റം, മെറ്റീരിയലിലുള്ള മാറ്റം ഇത് അതിനകത്ത് സ്പഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ. നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതും സോഫ്റ്റ് ക്രഷ്ഡ് ഓർഗൻസയിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഈ സൈഡിൽ ഇവിടം വരെ ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പ് വർക്കും വന്നിരിക്കുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഹാഫായിട്ടും വരുന്നു. പല്ലുവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്കാലപ്പ് എംബ്രോയ്ഡറി വർക്ക് ആൻഡ് കട്ട് വർക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൽ 1 ലെയറായിട്ട് നമ്മളിത് എടുക്കുമ്പോൾ കിട്ടുന്നത്. ഈ സൈഡിലേക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ വരുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ല. നമുക്ക് 1 ലെയറായിട്ട് ഇതിന് വെയർ ചെയ്യാൻ പറ്റും. റേറ്റ് വരുന്നത് 2615. ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ക്രഷ്ഡ് സോഫ്റ്റ് ഓർഗൻസയിലാണ്. ഈ സൈഡിൽ ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഇവിടം വരെയും ഈ സൈഡിൽ താഴ്ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരിക. കട്ട് വർക്ക്, എംബ്രോയ്ഡറി വർക്ക്, സ്കാലപ്പ് വർക്ക് ഇതെല്ലാം കൂടെ വന്നിരിക്കുന്നു. ഇതേ ഡിസൈൻ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട്. പല്ലുവിൽ ഇതുണ്ടോ എല്ലാ സൈഡിലും കംപ്ലീറ്റ് ആയിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിന് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്ലേറ്റായിട്ട് എടുക്കുമ്പോൾ ഇതുണ്ടോ ഇങ്ങനെയാണ് ഒരു പീസായിട്ട് ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ കനം കുറവ്. നമുക്കിത് 1 ലെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒത്തിരി ചുളുങ്ങുന്ന ടൈപ്പല്ല. നമുക്ക് റഫ് യൂസ് ചെയ്യാനും യാതൊരു പ്രോബ്ലം ഇല്ലാത്തൊരു സാരിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2615 ആണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റമാണ്. ഈ സൈഡിൽ ഇവിടം വരെ ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പ് വർക്കും വരുന്നു. ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കുണ്ട്. ഈ സൈഡിലേക്ക് ഹാഫായിട്ടും ഈ വർക്ക് വരുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒതുങ്ങി കിടക്കുന്നതാണ്. പറന്ന് കിടക്കുകയോ അങ്ങനെയൊന്നുമില്ല. നമുക്കിത് വെയർ ചെയ്യാനും വളരെ എളുപ്പമാണ്. റഫ് യൂസ് ആയാലും നമുക്കിത് ചെയ്യാൻ പറ്റും. യാതൊരു പ്രോബ്ലം ഇല്ലാത്തൊരു മെറ്റീരിയലിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. ഈ സൈഡിലുള്ള ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഫുള്ളായിട്ടും ഉണ്ട്. ഇങ്ങനെയാണ് പല്ലുവിൽ വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. കണ്ടോ ഈ സൈഡിലേക്കും ഇങ്ങനെ തന്നെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ വർക്ക് വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2615 ആണ്. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ക്രഷ്ഡ് ഓർഗൻസ. ഇതിൻ്റെ സൈഡിൽ ബോർഡർ ഇവിടം വരെ വരുന്നു. ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ടുണ്ട്. പിന്നെ പ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നു. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ ഇതിൻ്റെ പല്ലുവിൽ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. വേണ്ട സൈഡിൽ ചെറിയ സ്കാലപ്പ് പോലെ വരുന്നു. ഇത് കട്ട് വർക്ക് അല്ല കേട്ടോ. ഇങ്ങനെയാണിത് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. ഇത് കണ്ടോ, ഇതിന് അങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ല ഈ മെറ്റീരിയൽ. നമുക്ക് 1 പ്ലേറ്റഡ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2565 ആണ്. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ക്രഷ്ഡ് ഓർഗൻസയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബോഡി പാർട്ടിൽ ഈ 2 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഈ സൈഡിൽ ഇവിടം വരെ വരുന്നു. ഈ സൈഡിൽ
ഈ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. അതുപോലെ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ പല്ല് വരുന്നത് ഇത് കട്ട് വർക്ക് അല്ല കേട്ടോ, നല്ലൊരു ഭംഗിയുള്ളൊരു വർക്കാണ്. അതിനോട് ചേർന്ന് എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. ഇങ്ങനെയാണ് വരിക. പിന്നെ ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2565 ആണ്. ഇപ്പം തന്നെ ഞാൻ കാണിച്ചതിൻ്റെ തന്നെ ക്രഷ്ഡ് ഓർഗൻസയിലുള്ള ഒരു സാരിയാണിത്. ഇതൊരു പിങ്കിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഇത് വരിക. ഇതിൽ വരുന്ന ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. ബാക്കി ഞാനിപ്പോൾ വിടർത്തി കാണിച്ചായിരുന്നല്ലോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2565 ആണ്. ഇതൊരു സോഫ്റ്റ് ക്രിഷ്ഡ് ഓർഗൻസയിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ഈ സാരിക്ക് വരുന്നത്. ഈ സൈഡിൽ ഈ വർക്ക് ഇവിടം വരെ വരുന്നുള്ളൂ. പക്ഷേ ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. അതുപോലെ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് ഹാഫായിട്ടും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ഉണ്ടോ? ഇങ്ങനെയാണ് ഈ പല്ലുവിലുള്ള ഈ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്ക്. ഇത് ഞാൻ ഒരു ലെയറായിട്ട് ഇതിനെ കാണിക്കും. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് ഒത്തിരി ട്രാൻസ്പെറൻ്റ് ആണോ എന്ന്. ഇത് കണ്ടോ, നമുക്കിത് 1 ലെയറായിട്ട് ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൽ വരുന്ന എംബ്രോയ്ഡറി വർക്ക്. ഇതാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്ന ഡിസൈൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ ഡിസൈൻ വരുന്നത്. ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2925 ആണ്. ഇതെല്ലാം പേസ്റ്റൽ കളേഴ്സിലാണ് കേട്ടോ ഈ സാരികളെല്ലാം വരുന്നത്. ഇത് സോഫ്റ്റ് ക്രിഷ്ഡ് ഓർഗൻസയിലാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വർക്ക് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഇങ്ങനെയാണ് വരിക. 2 സൈഡിലും ബോർഡർ വരുന്നു. ബോർഡറിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഈ ഭാഗത്തേക്ക് ഇവിടം വരെയും ഈ ഭാഗം ഇത് കംപ്ലീറ്റും ഇത് കണ്ടോ, ഈ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നുണ്ട്. അതുപോലെ സ്കാറ്റേർഡ് ആയിട്ട് ഓരോ ഫ്ലവേഴ്സും ഇതിൽ വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഹാഫായിട്ടുമാണ് വരിക. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ പല്ലുവിലെ ഡിസൈൻ കണ്ടോ. ഇതാണ് ഞാൻ 1 ലെയറായിട്ട് തന്നെ, കാരണം ഡൗട്ട് ഉണ്ടാകണ്ടെന്ന് കരുതി കേട്ടോ, 1 ലെയറായിട്ട് തന്നെ ഇത് പിടിച്ചിട്ടുണ്ട്. ഇതാണ് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ്. ഇതിൽ പിന്നെ കളർ കോമ്പിനേഷൻ ഇങ്ങനെയാണ്. കട്ട് വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. സൈഡിൽ കൂടെ സ്കാലപ്പ് വന്നുണ്ട്. ഇത് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ബ്ലൗസ് പീസ് ഈ കളറിലാണ്. ഇത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. സോഫ്റ്റ് ഓർഗൻസയിലാണ് ഈ മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ റേറ്റ് 2925 ആണ്. ഒരു ബ്ലൂവിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വരിക. പിന്നെ ഇത് ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ ഷെയ്ഡിൽ, ഇതൊക്കെ വളരെ റയറായിട്ട് വരുന്നൊരു കളേഴ്സാണ് കേട്ടോ. ഇതുണ്ട് ഈ സൈഡിൽ അതിൻ്റെ ഒരു ഡാർക്കായിട്ട് അതിൻ്റെ കട്ട് വർക്ക് വരുന്നു. 2 സൈഡിലും ഈ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്ക്. അതുപോലെ അതിനോട് കോമ്പിനേഷനായിട്ട് നല്ല കളർ ചാർട്ടിൽ തന്നെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ആണോ, ഇതാണ് ഇതിൻ്റെ കളറ്. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ വീഡിയോ കോളിൽ വിളിച്ചിട്ടായാലും ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. റേറ്റ് വരുന്നത് 2925 ആണ്. ഒതുങ്ങിക്കിടക്കുന്ന ക്രിഷ്ഡ് ഓർഗൻസയിലാണ് ഈ മെറ്റീരിയൽ വരുന്നത്. വലിയ കംപ്ലൈൻ്റ് ഉള്ള മെറ്റീരിയലൊന്നും അല്ല ഇത്. നമുക്ക് ഒത്തിരി റഫായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാനും പറ്റും. ഇത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതും ക്രഷ്ഡ് ഓർഗൻസയിൽ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്ക് എല്ലാം വന്നിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ വിടർത്തി കാണിച്ചതിൻ്റെ സെയിം തന്നെ, വേറെ ഒരു മാറ്റവും ഇല്ല. കളറിൽ മാത്രമുള്ള ഡിഫറൻസ് ഉള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. സോഫ്റ്റ് ഓർഗൻസയാണിത്. ക്രഷ്ഡ് ഓർഗൻസയാണ്. പിന്നെ ഇതിൽ ബോഡി പാർട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഫുള്ളായിട്ട് തന്നെ ഈ
ഓരോ ഫ്ലവേഴ്സായിട്ട് വരുന്നുണ്ട്. ഓരോ കളർ കോമ്പിനേഷനും ഒരേ കളറിനനുസരിച്ചുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 2925 ആണ്. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇതിൻ്റെ കട്ട് വർക്കിൻ്റെ ഡിസൈൻ മാത്രം മാറ്റം വരുന്നുള്ളൂ. അതുപോലെ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് ഹാഫായിട്ടും വരുന്നുണ്ട്. പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്ന കട്ട് വർക്ക്. ഈ സൈഡിലേക്ക് ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ടും വരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3125 ആണ്. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് ഈ കട്ട് വർക്ക് വന്നിരിക്കുന്നത്. ഈ സൈഡിൽ ഇവിടം വരെ ഈ കട്ട് വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ഈ ഭാഗത്തേക്കും ഹാഫായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. പല്ലുവിൻ്റെ സൈഡിൽ ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് ഇതിൽ വരുന്ന കട്ട് വർക്ക്. സൈഡിൽ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. വളരെ സോഫ്റ്റായിട്ട് ഉള്ളൊരു മെറ്റീരിയലാണ്. നമുക്ക് 1 പ്ലേറ്റഡ് ആയിട്ടും കുഞ്ഞു പ്ലേറ്റഡ് ആയിട്ടും ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളറിലുമാണ് ഇത് വന്നിരിക്കുന്നത്. ഇതൊരു ക്രഷ്ഡ് സോഫ്റ്റ് ഓർഗൻസേ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നല്ലൊരു ചോക്ലേറ്റിനോട് സാമ്യമുള്ളൊരു കളറ്. കാരണം അതിനുള്ള ഈ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്നിരിക്കുന്നത് അതിനോട് പറ്റിയ കോമ്പിനേഷനിൽ തന്നെയാണ്. ഈ സൈഡിൽ പ്ലീറ്റിൻ്റെ ഭാഗം വരെയും ഈ വർക്ക് വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ ഇങ്ങനെയാണ് വരിക. സ്കാറ്റേർഡ് ആയിട്ട് വരുന്നു. എല്ലാത്തിൻ്റെയും സെയിം തന്നെയാണ് കേട്ടോ. ഹാഫായിട്ടും വരുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലുമാണിത്. ഈ സൈഡിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതുണ്ട പല്ലുവിലുള്ള ഒത്തിരി ട്രാൻസ്പാരൻ്റ് ഒന്നും അല്ല ഇത്. പല്ലുവിലുള്ള ഡിസൈൻ എംബ്രോയ്ഡറി വർക്ക്, കട്ട് വർക്ക്, സ്കാലപ്പ് വർക്ക് പല്ലുവിൽ ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ. ഇതൊരു ഡാർക്ക് ചെറുപയർ വെച്ച ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. അതിനോട് നല്ല കോമ്പിനേഷനായിട്ട് ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണിത് വരിക. ഈ സൈഡിൽ ഇവിടം വരെ ഈ ഡിസൈൻ വരുന്നു. ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. പിന്നെ ബോഡി പാർട്ടിൽ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ഈ വർക്ക് വരുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ക്രഷ്ഡ് ഓർഗൻസയിലാണ്. നമുക്ക് റഫ് യൂസ് ചെയ്യാനും ഒരു പ്രോബ്ലം ഇല്ലാത്ത മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഇതാണ് ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിലുള്ള ഡിസൈൻ വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3129 ആണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കട്ട് വർക്ക് സാരികളിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.